രണ്ട് ഇംഗ്ലീഷ് സിനിമ തിയേറ്ററിൽ ഇപ്പോൾ റിലീസായിട്ട് ഒരു സിനിമ ഇപ്പം തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, രണ്ട് സിനിമയും തിയേറ്ററിൽ കളിക്കുന്നുണ്ട്. പക്ഷേ വൺ മൂവി വാസ് റിലീസ് 2 weeks ബാക്ക്. ഒന്ന് ദി ലൈഫ് ഓഫ് ചക്ക്, മൈക്ക് ഫ്ലാനഗൻ്റെ ഡയറക്ഷനിലുള്ള സിനിമ. ദ അതർ മൂവി ഈസ് എഡിങ്ടൺ ബൈ അരി എസ്റ്റർ. രണ്ട് സിനിമയും എനിക്ക് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സിനിമയായിട്ടാണ് തോന്നിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ല എന്നുള്ളതൊന്നും അറിഞ്ഞൂടാ. ബട്ട് ഐ തിങ്ക് ബോത്ത് ഓഫ് ദോസ് മൂവീസ് ഗേവ് യു എ വെരി ഡിഫറെൻറ്റ് വ്യൂയിങ് എക്സ്പീരിയൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ആദ്യം ദി ലൈഫ് ഓഫ് ചക്ക് വെച്ചിട്ട് തുടങ്ങാം. സ്റ്റീഫൻ കിങ്ങിൻ്റെ ഒരു നോവേല ബേസ് ചെയ്തിട്ടാണ് സിനിമ. അപ്പോൾ സ്റ്റീഫൻ കിങ്ങിൻ്റെ നോവേലയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് വിചാരിക്കും ഇറ്റ് ഷുഡ് ബി എ ഹൊറർ സിനിമയായിരിക്കും അത്. മാത്രമല്ല മൈക്ക് ഫ്ലാനഗൻ ഹൊറർ സിനിമകൾ എടുത്തിട്ടുണ്ട് ധാരാളം. പക്ഷെ ഇത് ഹൊററല്ല, ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻ്റ് അതിലുണ്ട്. I won't give out a lot because I think it would be interesting for you to watch. 3 പാർട്ടായിട്ടാണ് സിനിമ. ഒരു റിവേഴ്സ് ക്രോണോളജിയിൽ നടക്കുന്ന സിനിമയാണ്. ഫസ്റ്റ് പാർട്ടിൽ ലോകം അവസാനിക്കാൻ പോവുകയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് ഇൻ്റർനെറ്റ് പോയി, ഇലക്ട്രിസിറ്റി ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഇൻ്റർനെറ്റ് പോയി, ഫോണില്ല, അങ്ങനത്തെ പല സംഭവങ്ങളും ഇല്ല. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ലോകം അവസാനിക്കാൻ പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു ഇൻട്രാക്ഷൻസാണ്. അതിൽ ചക്ക് എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട് ഈ ലോകം അവസാനിക്കുന്ന ആ ഒരു ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു 9 മാസം മുമ്പെയാണ്. അതിൽ ചക്കിനെ കുറച്ചും കൂടെ വിശദമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. ചക്കിൻ്റെ ജീവിതത്തെക്കുറിച്ചും അവരുടെ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിന് തേർഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഗോസ് ടു ചക്കിൻ്റെ ചൈൽഡ്ഹുഡിലേക്ക്. അയാളുടെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറാണ് അയാൾ വളർത്തുന്നത്. അയാൾ താമസിക്കുന്ന വീട്ടിൽ ഒരു മുകളിലൊരു മുറിയുണ്ട്. അയാൾ ഗ്രാൻഡ് ഫാദർ അവിടെ പോകാൻ സമ്മതിക്കില്ല. അപ്പോൾ ഒരു ദുരൂഹത, ഒരു ഹോണ്ടഡ് ഹൗസ്, ഹോണ്ടഡ് റൂം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ചക്കെന്ന പയ്യൻ്റെ വളരുന്നതിൻ്റെ ഭാഗമായിട്ട് ദ കണക്ഷൻസ്, ലവ്, ഗ്രാൻഡ് പാരൻസോടുള്ള കണക്ഷൻസ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് സിനിമയിൽ. ഇതൊക്കെ കൂടിയിട്ട് കോർത്തിണക്കിയിട്ടാണ് സിനിമ വരുന്നത്. ഐ ഫൗണ്ട് ദാറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. ആ എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു 3 പാർട്ടായിട്ട് റിവേഴ്സ് ക്രോണോളജിയിൽ ലോകാവസാനവും മനുഷ്യൻ്റെ മരണവും, ലോകം അവസാനിക്കുമ്പോൾ ടെർമിനൽ ഇൽനെസ് വന്നിട്ട് മരിക്കാൻ പോകുന്നൊരു വ്യക്തിയും ബാക്കിയുള്ള ആൾക്കാരും തമ്മിൽ എന്താണ് വ്യത്യാസം, അങ്ങനെയുള്ള കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമുണ്ട്. ലാസ്റ്റാണ് ഇതിൻ്റെ ഒരു മിസ്റ്ററി നമുക്ക് അൺട്രാവൽ ചെയ്യുന്നത് അറ്റ് ദ എൻഡാണ്. ബട്ട് ഐ തിങ്ക് ഐ ലൈക്ക് ദ മൂവി. നിങ്ങൾ കണ്ടു നോക്കുക. ഇപ്പം സ്റ്റീഫൻ കിങ്ങിൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുസ്തകങ്ങളെ ആസ്പദമാക്കിയിട്ട് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പം IT, ഷൈനിങ്, പെറ്റ് സെമെട്രി, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ നിന്നും വന്നിട്ടുള്ള സിനിമകളാണ്. അദ്ദേഹത്തിൻ്റെ നോവേല ഷോൺഷാങ്ക് റിഡംഷൻ എന്നുള്ള പുസ്തകം സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതും ഇദ്ദേഹത്തിൻ്റെ സ്റ്റീഫൻ കിങ്ങിൻ്റെ ഒരു നോവലായിട്ട്. ദാറ്റ്സ് നോട്ട് എ ഹൊറർ മൂവി അറ്റ് ഓൾ, റൈറ്റ്? ബട്ട് ഇറ്റ്സ് എ വെരി വെരി ത്രില്ലിംഗ് മൂവി. അറ്റ് ദ സെയിം ടൈം ബന്ധങ്ങളെക്കുറിച്ച്. അപ്പോൾ സ്റ്റീഫൻ കിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ കഥകളിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥകൾ സിനിമയാവുന്ന സമയത്ത് അത് ഹൊററാണെന്നുണ്ടെങ്കിൽ ഒരു അങ്ങേയറ്റം ഹൊററും ഹ്യൂമൻ ഇമോഷൻസും റിലേഷൻഷിപ്സും വെച്ചിട്ടുള്ള സംഭവമാണെങ്കിൽ അതും നല്ല രീതിയിൽ കൊണ്ടുവരുന്നുള്ളതാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ ഇൻട്രസ്റ്റിംഗ് മൂവി. ഇഫ് യു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു വാച്ച്, ഡെഫിനറ്റ്ലി വാച്ച്. രണ്ടാമത്തെ സിനിമ ഞാൻ പറഞ്ഞ മാതിരി എഡിങ്ടൺ എന്നാണ്. ഒരു കോവിഡ് കാലത്തെ ഒരു സറ്റയറാണ്. കോവിഡ് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം ആൾക്കാർ മരിച്ച് ലോകം അടച്ചുപൂട്ടി എല്ലാവരും വീട്ടിലിരിക്കുന്നൊരു കാലത്തെക്കുറിച്ച് ഒരു സറ്റയറിക്കലായിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഈ കോവിഡ് കാലത്ത് പ്രത്യേകിച്ച് അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് നടന്ന കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ കോവിഡ് ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ട്രംപ് അധികാരത്തിൽ വരുന്ന ആ സമയത്ത് ട്രംപ് അധികാരത്തിലുണ്ട്. അപ്പോൾ അതും ട്രംപ് അധികാരത്തിൽ വരും എന്ന് ആൾക്കാർ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഹിലറി തോൽക്കുന്നു, ട്രംപ് വരുന്നു. അതൊരു ഫാക്ടർ. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് ഫാക്ടർ ഇസ് ഈ കോവിഡ് ആണെന്നുള്ളത്. പിന്നെ ജോർജ് ഫ്ലോയിഡ് മരിക്കുന്നത്
കൊല്ലപ്പെടുന്നത് ആ സമയത്താണ്. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബ്ലാക്ക് ലൈഫ് മാറ്റേഴ്സും അതിൻ്റെ ദ പ്രൊട്ടസ്റ്റ് അക്രോസ് ദ കൺട്രി, ആ സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എൻവയൺമെൻറ്റിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയൊരു ടൗണ് എഡിങ്ടൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിക്റ്റീഷ്യസ് ടൗണിൽ, ന്യൂ മെക്സിക്കോയിലുള്ള ഫിക്റ്റീഷ്യസ് ടൗണിലുള്ള കഥയാണത്. അവിടുത്തെ ഷെറീഫാണ് വാക്കിൻ ഫിനിക്സ്. അവിടുത്തെ മേയറാണ് നമ്മുടെ പെഡ്രോ പാസ്കൽ. അപ്പോൾ മേയർ ഇലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ സിറ്റിംഗ് മേയറാണ് പെഡ്രോ പാസ്കൽ. പെഡ്രോ പാസ്കലും വാക്കിൻ ഫിനിക്സും തമ്മിൽ എന്തോ ഒരു പഴയ കാര്യത്തിനുമുള്ളൊരു വൈരാഗ്യമുണ്ട്. അപ്പോൾ അതാണ് ആ സെറ്റപ്പ്. പക്ഷേ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ചില വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ട്. കാരണം അരി ആസ്റ്റർ ഡസൻറ്റ് ടേക്ക് എനി സൈഡ്. സോ ദർ ഇസ് എ റൈറ്റ് കൺസർവേറ്റീവ് സൈഡ് ഉണ്ട്, ഒരു ലെഫ്റ്റ് സൈഡ് ഉണ്ട്. അയാൾ ലെഫ്റ്റ് സൈഡിനെയും റൈറ്റ് സൈഡിനെയും ഒക്കെ ഒരു സറ്റൈറിക്കലായിട്ട് സംഭവത്തിനെ കണ്ടിട്ടുണ്ട്. ബ്ലാക്ക് ലൈഫ് മാറ്റേഴ്സായിട്ട് പിന്നെ യങ്സ്റ്റേഴ്സ്, സം പീപ്പിൾ ആർ വെരി പാഷനേറ്റ് അബൌട്ട് ദ കോസ്, സം പീപ്പിൾ ആർ നോട്ട് ദാറ്റ് പാഷനേറ്റ്. പക്ഷെ ഒരു കമ്മ്യൂണിറ്റി ആ സമയത്ത്, കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും അടച്ചുപൂട്ടി കിടക്കുമ്പോൾ that whole movement becomes a community for some people എന്നുള്ളൊരു കോൺസെപ്റ്റ്. അറ്റ് ദ സെയിം ടൈം റൈറ്റ് സൈഡിൽ, കൺസർവേറ്റീവ് സൈഡിൽ ഉള്ള ആൾക്കാർ ദേ നോട്ട് ഫണ്ടമെൻ്റലി ബാഡ്. അപ്പോൾ ഈ മാസ്ക് ഇടുന്നതിനെക്കുറിച്ചും ഉള്ള സംഭവമുണ്ട്. അത് മാസ്ക് ഇടുന്ന ആൾക്കാരുണ്ട്, മാസ്ക് ഇടാൻ സമ്മതിക്കാത്ത ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല എന്നുള്ളത്. ഈ മാസ്ക് ഇടുന്ന സയൻസ് ആണ് ശരിയെന്ന് പറയുന്ന ആൾക്കാർ മാസ്ക് ഇടാത്ത ആൾക്കാരെ കുറ്റപ്പെടുത്തുകയും അവരെ ഇതാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റവർ തിരിച്ചങ്ങോട്ടും ഇതായിട്ടുണ്ട്. സോ ദർ ഇസ് ദിസ് കോൺഫ്ലിക്റ്റ് ദാറ്റ് ഇസ് ഹാപ്പനിങ് ബിക്കോസ് ഓഫ് ദ എൻവയൺമെൻറ്റ്. അപ്പോൾ അരി ഹെസ്റ്റർ പറയുന്നൊരു സംഭവം തന്നെ എന്താന്ന് പറഞ്ഞാൽ, ഞാൻ സിനിമയ്ക്ക് റിവ്യൂകൾ മോശമായിട്ട് വരുന്നൊരു സംഭവമുണ്ട്. കാരണം അയാൾ ഒരു സൈഡും പിടിക്കുന്നില്ല. അയാൾ ലെഫ്റ്റ് സൈഡും പിടിക്കുന്നില്ല, റൈറ്റ് സൈഡും പിടിക്കുന്നില്ല. അയാൾ ലിബറൽ സൈഡും പിടിക്കുന്നില്ല, കൺസർവേറ്റീവ് സൈഡും പിടിക്കുന്നില്ല. ആൻഡ് ഹീസ് സറ്റൈറിക്കലി ലുക്കിംഗ് അറ്റ് ദാറ്റ് തിങ്. അത് അയാൾ പറയുന്ന എൻവയൺമെൻറ്റാണ്. ആൾക്കാർ സാധാരണ മനുഷ്യർ അവരുടെ റിയാലിറ്റീസ് മാറുകയാണ് ഈ സമയത്ത്. അവരെല്ലാം കോവിഡ് ബാധിക്കുമ്പോഴും അവർ ലോകത്തെ മനസ്സിലാക്കുന്ന രീതിയിൽ വലിയൊരു മാറ്റം, വലിയൊരു ദൂരം വരികയാണ്. പീപ്പിൾ ആർ നോ മോർ റീച്ചബിൾ ടു ഈച്ച് അതർ എന്നുള്ളത്. ഒരു ഇടതുഭാഗത്തുള്ള ആൾക്കാർ, ലിബറൽ ക്യാമ്പിലുള്ള ആൾക്കാർക്ക് കൺസർവേറ്റീവ് ക്യാമ്പിലുള്ള ആൾക്കാരുമായിട്ടോ തിരിച്ചും നോട്ട് ഏബിൾ ടു റീച്ച്. അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ പറ്റുന്നില്ല. അവരൊരു ചെറിയൊരു ടൗണിൽ ജീവിക്കുമ്പോഴും അവർ റിയാലിറ്റികളിൽ അകന്നകന്ന് പോകുന്ന സംഭവം അത്. ആൻഡ് ദെൻ ദ മൂവി ഗോസ് ഓൺ. അതിൽ കുറച്ച് വയലൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് സിനിമ പോവും. സിനിമയുടെ ഇപ്പോഴുള്ള റിവ്യൂസ് അത്ര നന്നായിട്ടല്ല വരുന്നത്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ മൂവി ദാറ്റ് പീപ്പിൾ വിൽ ഗോ ബാക്ക് ടു ഇൻ ദ കമ്മിങ് ഇയേഴ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അരി ആസ്റ്ററിൻ്റെ മറ്റ് സിനിമകൾ നിങ്ങൾ ബോസ് അഫ്രെയ്ഡ് വാക്കിൻ ഫിനിക്സിൻ്റെ സിനിമ തന്നെയാണ്. മിഡ്സോമർ, ഹെറിഡിറ്റി, ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ സിനിമകളാണ്. എല്ലാ സിനിമകളും അരി ആസ്റ്ററിൻ്റെ സിനിമകൾ കുറച്ചൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മൂവീസാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ. ബട്ട് ഐ തിങ്ക് ഐ വുഡ് ഹൈലി റെക്കമെൻഡ് യു ടു വാച്ച് എഡിങ്ടൺ ആസ് വെൽ. വേറെ 2 സിനിമകളായിട്ട് ഇനിയും എപ്പോഴെങ്കിലും വരാം. അപ്പം എങ്ങനെയാക്കാം.